യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. അങ്ങ് പുറകിൽ വരെ ഇരിക്കുന്നവരൂടെ ഉറക്കെ പറയാനാ പറയുന്നത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഞാൻ ചിലർക്കും ഇതേ ഒരു പ്രവാചക സീറ്റിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഈ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ്റെ അത്ഭുതങ്ങൾ, അവൻ്റെ ജയങ്ങൾ, ഇതിൻ്റെ പ്ലാൻ അവൻ മാറ്റത്തില്ല, പക്ഷെ രീതി മാറ്റാറുണ്ട്. ഇപ്പം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക, അത് അവൻ്റെ പ്ലാനാണ്. നിനക്ക് വേണ്ടി ഒരു ജയം തരിക, അത് അവൻ്റെ പ്ലാനാണ്, അവൻ്റെ ഹിതമാണ്. അവൻ്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യുക എന്നത് അവൻ്റെ ഉറച്ച പ്ലാനാണ്. പക്ഷെ അതിൻ്റെ മെത്തേഡുകൾ രീതി ചിലപ്പോൾ മാറ്റാറുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ചിലർക്ക് മുമ്പിൽ ഈ ദിവസങ്ങളിൽ അവൻ മെത്തേഡുകൾ മാറ്റിക്കൊണ്ട് ആ പ്ലാനിലേക്ക് പോകാൻ പോകുകയാണ്. എൻ്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ, ഈ ദൈവത്തിൻ്റെ വഴി കണ്ടാൽ പ്ലാനിന് മാറ്റമില്ല, പക്ഷേ ദൈവത്തിൻ്റെ വഴി കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. അവൻ രീതികൾ എപ്പോഴും, ദൈവം ഒരു ബോറൻ ദൈവം അല്ല. എപ്പോഴും അവൻ ആ രീതികൾ ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് മുമ്പിൽ തടസ്സമായി കണ്ട ചിലത് അത് തടസ്സമേ അല്ല, വഴിത്തിരിവാണ്. എൻ്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ ഈ വഴി തുറക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കിത് ഓൺലൈനിലൂടെ പോകുന്നുണ്ട്, ചിലർക്ക് ഇത് അസ്വസ്ഥതയാണ്. നമുക്കിപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതല്ലാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല. വേറൊരാളുടെ അനുഭവം, വേറൊരാളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു, ഞാൻ രുചിച്ച കർത്താവ് എങ്ങനെയാണ്, അതേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് ഉസ്സ പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? ഉസ്സയുടെ ഫാമിലി യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? അവർ പറയും, ഇത് ആളെ കൊല്ലുന്ന പെട്ടകമാണ്, ഇത് തൊടരുത്, ഇത് മരണമാണ് റിസൾട്ട്, ഇത് ആളെ തകർത്ത് കളയും. ആ മൂടായിരിക്കും, അത് കേട്ടാ പേടി വരും. അതേ പെട്ടകത്തെക്കുറിച്ച് ഓബേദേദോവ് പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? തൊടുവാന്ന് ഈ പെട്ടകത്തെ തൊടണം, നിന്നെ അവൻ അനുഗ്രഹിച്ച് നിന്നെയും നിന്റെ വീട്ടിനകത്തുള്ള സകലത്തെയും അവൻ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ഒറ്റ ദിവസം ഏതോ ഒരു ടൈമിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നേരത്തെ എൻ്റെ പെരക്കകത്തേക്ക് ഈ പെട്ടകം കയറി വരുന്നത് ഞാൻ കണ്ടതാണ്. അത് എന്നെ മാത്രമല്ല, എൻ്റെ വീടിനെ മൊത്തം മാറ്റിമറിച്ചു. ഇനി ഉസ്സ എത്ര തർക്കിച്ചാലും ഓബേദേദോമിന് പറയാനുള്ളത്, ഇത് അനുഗ്രഹിക്കുന്ന പെട്ടകമാണ്, ഇത് ആളെ കൊല്ലുന്ന പെട്ടകമല്ല, ഇത് വീട്ടിൽ വന്ന ജീവൻ വെപ്പിക്കുന്ന പെട്ടകമാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവ് പുതുവഴി തുറക്കുന്നവനാണെന്ന് പറയുന്നത്. അവന് വഴി അടയ്ക്കാനല്ല, അവന് വഴി തുറക്കാനാണ് അറിയുന്നത്. അവൻ മെത്തേഡുകൾ മാറ്റിയേക്കാം, പക്ഷേ അവന്റെ പ്ലാൻ മാറ്റത്തില്ല. ആ പ്ലാനിൽ നിന്ന് അവനെ മാറ്റാൻ ലോകത്താർക്കും സാധ്യവുമല്ല.
എന്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദം ഉയർത്തിയോ അന്യഭാഷകളിലോ ദൈവത്തെ സ്തുതിച്ചാൽ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, അവൻ രീതി മാറ്റിയേക്കും പക്ഷെ പ്ലാൻ മാറ്റത്തില്ലെന്ന് പറ. ഒന്ന് രണ്ട് പേരോടെങ്കിലും പറ, അവൻ രീതി മാറ്റിയേക്കും അവൻ പ്ലാൻ മാറ്റത്തില്ലെന്ന് പറ. നിന്റെ ജയം, നിന്റെ സൗഖ്യം, നിന്റെ വിടുതൽ അവന്റെ പ്ലാനാണ്. കേട്ടോ ജിതിൻ ഭാഷ, അവൻ ചില രീതികൾ മാറ്റിയേക്കും പക്ഷെ അവന്റെ പ്ലാൻ മാറത്തില്ല. യുദ്ധം ജയിക്കാൻ പട്ടാളക്കാരാണ് യുദ്ധത്തുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. അവൻ്റെ പ്ലാൻ യുദ്ധത്തിൽ ജയം എന്നതാണ്. പക്ഷേ അവൻ സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. തൽക്കാലം പട്ടാളക്കാരനല്ല, ആട്ടിടയനെ കൊണ്ടുവന്നിട്ട് യുദ്ധം ജയിപ്പിക്കാൻ പോവുകയാണ്. മെത്തഡ് മാറ്റി, പക്ഷേ രീതി മാറ്റി, പ്ലാൻ മാറ്റുന്നില്ല. ജയം എന്ന പ്ലാൻ മാറ്റുന്നില്ല. അതുവരെ കാണാത്തൊരു കാഴ്ച കാണിക്കുക. എന്നോട് കർത്താവ് പറയുന്നു, ഇതിനകത്ത് ഇരിക്കുന്ന ചിലർക്കും മീതെ അതുവരെ കാണാത്ത, ഇതുവരെ ഇന്ത്യ കാണാത്തൊരു കാഴ്ച നിന്നെ വെച്ച്, നിന്റെ കുടുംബത്തെ വെച്ച് ദൈവം ചെയ്യാൻ പോകുക. ഗോലിയാത്തെ നീ താഴെ വീഴുവന്നത് ദൈവത്തിന്റെ പ്ലാനാ. പക്ഷെ ഇവിടെ ഞാൻ രീതി ഒന്ന് മാറ്റുവാണ്. മിലിറ്ററിയെ വെച്ചല്ല അടിക്കാൻ പോകുന്നത്, ആട്ടിടനെ വെച്ച് അടിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ ഇത് കാണാൻ പോകുകയാണ്. മിലിറ്ററി കയ്യിലില്ലാത്ത ആട്ടിടയന്മാർ ചിലതിനെതിരെ നിൽക്കാൻ പോകുകയാണ്. ഭാരതത്തിന്റെ ദൈവം ഒത്തിരി ആട്ടിടയന്മാരുടെ കയ്യിൽ വലിയ പരിചയവും എക്സ്പീരിയൻസ്ഡായ ആളുകളെ മാറ്റിയിട്ട് ചില പുതുമുഖങ്ങളെ ദൈവം എത്തിക്കാൻ പോകുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പണ്ടുള്ളവയെ നീ ഓർക്കണ്ട. പറഞ്ഞാട്ടെ, പണ്ടുള്ളതിനെ ഓർക്കുകയേ വേണ്ട. ഈ ഹോളിനകത്ത് കയറുന്നത് വരെയുള്ള നിന്റെ മുമ്പിലെ പ്രശ്നത്തെ നീ ഓർക്കുകയേ വേണ്ട. ഈ വചനത്തെ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവോ? ശരിക്കും ബൈബിൾ വിശ്വസിക്കുന്നുവോ? ശരിക്കും ഈ വചനത്തെ അങ്ങനെ വിശ്വസിക്കുന്നു? അങ്ങനാണ് ഈ ഹോള് വിട്ടിറങ്ങാൻ പോകുന്നത്. പുതിയ സ്ട്രാറ്റജിയുമായി ദൈവം നിന്നെ ഇറക്കാൻ പോകുകയാണ്. പുതിയ സ്ട്രാറ്റജിയുമായി ദൈവം നിന്നെ ഇറക്കാൻ പോകുകയാണ്. പുതിയ പ്ലാനുമായി ദൈവം എരിഹോവിനെ ദൈവം താഴെ ഇടാൻ പോകുവാണ്. ആ പ്ലാനിനകത്ത് മാറ്റമൊന്നുമില്ല. എരിഹോ താഴെ പോകും, പക്ഷെ സ്ട്രാറ്റജി മാറ്റുവാണ്. ഇവിടെ JCB ഇല്ലാതെ ഇത് താഴെ പോകാൻ പോവുകയാണ്. ആയുധങ്ങൾ തൊടാതെ വേണം ഈ സാധനം താഴെ ഇടാനാണ്. പ്ലാൻ മാറ്റുന്നില്ല, പക്ഷെ സ്ട്രാറ്റജി ചെറുതായിട്ട് മാറ്റാൻ പോവുകയാണ്. കർത്താവിനോട് പറയുന്നു, ഇന്ത്യയിൽ ദൈവം സ്ട്രാറ്റജി ചേഞ്ച് ആക്കാൻ പോവുകയാണ്. എന്തോ സ്ട്രാറ്റജി മാറ്റം ഉണ്ടാകുന്നു. ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന്, ഇടത്തിൽ നിന്ന് തൊടുന്നു. ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്.
ഈ എരിഹോവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞോളാനല്ല ദൈവം പറഞ്ഞത്. എരിഹോവിന്റെ മുമ്പിൽ വന്നാൽ നിനക്ക് കരയാനേ തോന്നത്തുള്ളൂ. എരിഹോവിന്റെ മുമ്പിൽ വന്ന കരയാനേ തോന്നത്തുള്ളൂ. ലോക അത്ഭുതമായിട്ട് ഇത് നിൽക്കുകയാണ്. താഴെ പോകാനുള്ള സാധ്യതയില്ല, കരയാനാ തോന്നുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ ആർത്തോളാൻ. എരിഹോവിന്റെ മുമ്പിൽ നീ കരയുമല്ല, ആർപ്പിട്ടോ. ഇതിനെ ദൈവം താഴെ ഇടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നു, ഇന്ന് പകൽ ചിലർക്കൊമ്മീതെ മതിലുകൾ താഴെ പോകുകയാണ്. മതിലുകൾ താഴെ പോകുകയാണ്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചാണ്. പഴയത് ഓർക്കുകയേ വേണ്ട. എൻ്റെ ഇന്നത്തെ സന്ദേശം ഇതാണ്. നിന്റെ പാസ്റ്റ് പഴയതിൻ്റെ ഇടയിൽ ഇന്ന് ദൂതൻ നിന്ന് നിന്റെ പാസ്റ്റിനെയും നിന്നെയും തമ്മിൽ രണ്ടാക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നിന്റെ കഴിഞ്ഞതിനെയും നിന്നെയും തമ്മിൽ രണ്ടാക്കാൻ ഇടയിൽ ദൂതൻ നിൽക്കുന്ന പകലായിരിക്കും ഇത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നെങ്കിലും അവരുടെ പാസ്റ്റ് അവരെ പിന്തുടരുകയാണ്. മുഴുവൻ ഫറവോനും സൈന്യവും പുറകെ കൂടിയൊക്കെയാണ്. ഇവർ തിരിഞ്ഞു നോക്കിയാൽ ഇവരെ ഭയപ്പെടുത്തുന്ന പാസ്റ്റാണ് പുറകിൽ. ദൈവം പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങി വന്നേക്കുന്നത്. ദൈവമാണ് വിളിച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരിഞ്ഞാൽ എന്താണ്? ലവന്മാർ, പേടിപ്പിച്ചവന്മാർ, ഭരിച്ചവന്മാർ, പരാജയപ്പെടുത്തിയവർ തൊട്ടു പുറകെ നിൽക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചെങ്കടലിന്റെ തീരത്ത് നടന്നൊരു അത്ഭുതം പറയുകയാണ്. പെട്ടെന്ന് മുന്നിൽ പോയ മേഘസ്തംഭമായിട്ട് നിന്ന ഏഞ്ചൽ പുറകിൽ ഇസ്രായേൽ ജനത്തിന്റെ പുറകിലേക്ക് വന്ന് നിന്നു. എന്ന് വെച്ചാൽ നിന്റെ പാസ്റ്റും നീയും തമ്മിൽ എനി കണക്ഷൻ ഉണ്ടാകത്തില്ല. ഇവിടെ കൊണ്ട് ഞാൻ ചിലതിനെ കട്ട് ചെയ്യുകയാണ്. ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഇന്ന് പകലിൽ ചിലരുടെ പരാജയത്തിന്റെ പാസ്റ്റിലേക്ക് ദൂതന്മാർ ഇറങ്ങി നിൽക്കാൻ പോകുന്നു. ഈ പിശാചിന് മൈലേജ് കിട്ടണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പിശാചിന് മൈലേജ് കിട്ടണമെങ്കിൽ എവിടുന്നാണ് അവൻ ആ ഡീസൽ എടുക്കുന്നത്? അവന് മൈലേജിന് ഡീസൽ എടുക്കുന്നത് നിന്റെ പാസ്റ്റിൽ നിന്ന് മാത്രമേ നിനക്കെതിരെ അവൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പറ്റൂ. നിന്റെ പഴയതിൽ നിന്ന് മാത്രമേ നിന്റെ പഴയ തോൽവി, പഴയ ബലഹീനത, പരാജയം, പഴയതിൽ നിന്നെടുത്താണ് ഇന്നത്തെ നിന്റെ ആരാധനയും ക്രിസ്ത്യ ജീവിതത്തെയും ബ്ലോക്ക് ആക്കാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ദൂതൻ വരുമെന്ന്. ദൂതന് പറയാനൊരു ദൂതുണ്ട്. ഇന്ന് കണ്ട പാസ്റ്റിനെ ഇനി മേലാൽ നീയും നിന്റെ തലമുറയും കാണത്തില്ല. ഇന്ന് കണ്ട പഴയതിലെ ഇനി മേലാൽ നിന്റെ തലമുറ കാണത്തില്ല. ഇനി കാണത്തില്ല.
ഇനി കാണത്തില്ല. ഇന്ന് കണ്ട പഴയതിനെ, ഈജിപ്തിനെ ഇനി നീ അപ്പന്മാരെ പിടിച്ച പിന്തുടരുന്ന രോഗങ്ങൾ വേണ്ട ഇടയ്ക്ക് ദൂതന്മാർ ഇറങ്ങി നിൽക്കും. ഇനി ഇതിനെ അടുത്ത തലമുറയിലേക്ക് വിടാതെ വേണം. മുൻപിൽ പൊക്കോണ്ടിരുന്ന ഏഞ്ചൽ പുറകിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇത് നിങ്ങളുടേതാക്കാൻ പറ്റുമെങ്കിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിന്റെ തീരത്ത് നടന്ന സംഭവമായി ഇതിനെ വിടാതെ ഇന്ന് പകലിൽ ഈ ഹോളിലേക്ക് നീ കയറിയപ്പോ നിന്റെ പുറകിൽ ദൂതന്മാർ നിൽക്കാൻ പോവുകയാണ്. നിന്റെ പണ്ടുള്ളതിനെ ഓർക്കാതെ വേണം. ഇതിനകത്ത് പുതിയ വിസ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇതിനകത്ത് പുതിയ എക്സാമുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വേണ്ട ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു. നിന്റെ പാസ്റ്റിൻ ഇടയിൽ ഈ വിസയ്ക്ക് നിൽക്കുമ്പോൾ അവർ നോക്കുന്ന പാസ്റ്ററെ, ഇവൻ പണ്ട് പോയ രാജ്യങ്ങൾ, എന്തുകൊണ്ട് ഇവന് വിസ റിജക്റ്റ് ആയ സ്ഥലങ്ങൾ, ഇതാണ് പഴയതെടുത്ത് വെച്ചാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പുതിയത് എത്ര വലുത് കൊടുത്താലും പഴയത് വെച്ചിട്ടാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് കൊടുക്കണോ വേണ്ട തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ ദൂത് പറയുന്നത് അതാണ്. ചെങ്കലിന്റെ തീരത്ത് ദൂതൻ പുറകെ വന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിന്റെ ഫയലിന്റെ ഇടയിലും ഇന്നലെ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് അല്ല ഇനി നിനക്ക് നാളെ ലഭിക്കാൻ പോകുന്നത്. ഇന്നലകളിൽ നീ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് അല്ല ഇന്നത്തെ ഈ ആരാധനയ്ക്ക് ശേഷം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് എന്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ വെളിപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചേ പറ്റും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14:19. പുറപ്പാട് 14:19. ഇതാണ് ഇന്നത്തെ ദൂത്. 14:19. പുറപ്പാട് 14:19. ഇത് പറഞ്ഞോണം. അനന്തരം ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ കയറി നടന്നു. ഇടയ്ക്ക് നിൽക്കാൻ പോവുകയാണ്. ദൂതന് ചേഞ്ച് ഉണ്ടാകുന്നു. നിന്റെ പാസ്റ്റിലോട്ട് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. നിന്നെ പരാജയപ്പെടുത്തുന്ന ഓർമ്മ തരുന്ന സ്ഥലത്തേക്ക് ദൂതൻ വന്ന് നിൽക്കാൻ പോവുകയാണ്. എന്നോട് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ Horalaba Shandala Prabha Lebra Shathana Reganagashara Tere Prabandhara Shathana Reganagashara Lebra Shathana Reganagashara. ഈ ദൈവത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഈ ദൂതൻ മാറിയപ്പോൾ പുറകിലേക്ക് പോയി. മേഘസ്തംഭം എല്ലാം പുറകിലോട്ട് പോയി. ഇതിന്റെ അർത്ഥം പുറകിൽ എന്തോ ഡീൽ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് പുറകിൽ എന്തോ ഡീലിങ് നടക്കുകയാണ്. ഇനി അവന്റെ പിള്ളേർ പോലും ഓർക്കരുത് ഈ പേരുകൾ. മരുഭൂമിയിലോട്ട് കയറുമ്പോ പറവോന വരുന്നുണ്ടെന്ന് പറഞ്ഞ ആരടാ പറവോനെന്ന് അവന്മാർ ചോദിക്കണം.
ഇവിടെ തീർക്കുവാണ് ഈ അധ്യായം. ഇവിടെ കൊണ്ട് ഈ കർത്താവ് എന്നോട് പറയുന്നു, ചിലരുടെ പാസ്റ്റിന്റെ അധ്യായങ്ങൾ ദൈവം ഇവിടം കൊണ്ട് ക്ലോസ് ചെയ്യുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. പണ്ടുള്ളതിനെ ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോവാണ്. ചെങ്കടലിനകത്ത് ഹൈവേ തുറക്കാൻ പോകുക. കേട്ട് കേൾവി പോലും ഇല്ലാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക. ഞാൻ അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. കേട്ട് കേൾവി പോലും ഇല്ലാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക. ഒരു പ്രവാചകൻ എന്ന നിലയിൽ കണ്ടോണ്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞ സകലരുടെ മേൽ കർത്താവേ ഇതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരാൾ പോലും മിസ്സായി പോകരുത്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്തത്, നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തത്, ഈ യോശുവ വന്നിട്ട് ദൂതനെ കാണുന്നുണ്ട്. അത് ദൂതനെ കാണുമ്പോൾ വാളുമായി നിൽക്കുന്ന ഏഞ്ചലിനെ കാണുന്നത്. യോശുവയ്ക്ക് കാര്യം മനസ്സിലായി. വാള് ഉറയിലാണ് കിടക്കേണ്ടത്. വാളുമായിട്ട് ഏഞ്ചൽ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ദൈവം ആക്ഷനിലാണ്, ദൈവം പ്രവൃത്തിയിലാണ്, എന്തോ പണിയിലാണ്, അവൻ എന്തോ ജോലിയിലാണ്. ആള് വാളുമായിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ ആളെന്തോ ജോലിയിൽ നിൽക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലർക്കും ഇത് ഞാൻ ആ കാഴ്ച കാണുകയാണ്. ആക്ഷനിലാണ്, എന്തോ ജോലിയിലാണ്, എന്തോ പണിയിലാണ് അവൻ. ഇന്ന് പകലിൽ ഇതിനകത്ത് ദൈവദൂതന്മാർ ചിലർക്കു വേണ്ടി നിന്റെ കുടുംബത്തിന്റെ പഴയ ചരിത്രത്തെ ക്ലോസ് ചെയ്യുക. നാണക്കേടിന്റെ ആളുകളുടെ മുമ്പിൽ ലജ്ജ ധരിപ്പിക്കാൻ പിശാചിട്ട സകല പദ്ധതികളെ നിനക്കും മീതെ അവൻ അലങ്കാരമാലയാക്കാൻ പോകുന്നു. എന്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ, കേട്ടുകേൾവിയില്ലാത്തത് ദൈവം ചെയ്തു തരും. അവൻ പുതിയത് ചെയ്യുന്ന ദൈവമാണ്. മോശ കണ്ടപ്പോഴേ ദൈവം പറഞ്ഞു, നിന്റെ കാലെ കിടക്കുന്ന ചെരുപ്പ് അഴിക്കുക. കാര്യം ഈ ചെരുപ്പ് ഇന്നലകളുടെ കഥ പറയുന്ന ചെരുപ്പാണ്, എക്സ്പീരിയൻസ് പറയുന്ന ചെരുപ്പാണ്, ഇവൻ്റെ പല നടത്തകളുടെയും കഥ അറിയാവുന്ന ചെരുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലകളെ ഡീൽ ചെയ്തിട്ടാണ് പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നത്. എടുത്ത് എറിയുക ദൂരേക്ക്. എനിക്കറിയില്ല, ഇതിനകത്ത് ചിലരോട് ഞാൻ പ്രവചിക്കുക, ഇതിനകത്ത് കയറിയത് മുതൽ കയറുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ചെരുപ്പിനെയും ദൈവം എടുത്ത് എറിയിപ്പിക്കുക. അടുത്തത് വടി എറിയാൻ പറഞ്ഞു. ഈ ഇടയനെ സംബന്ധിച്ച് വടി അവൻ കളയത്തിൽ, പ്രത്യേകിച്ച് മരുഭൂമിയിലെ ഈജിപ്റ്റ് ഈ മിഡിൽ ഈസ്റ്റിലെ ഇടയന്മാർ ഒട്ടുമേ കളയാതെ അവരുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് ഈ വടി എന്നത്. കളയാൻ പറഞ്ഞു. അവൻ്റെ ആശ്രയമാണ്, എടുത്തെറിഞ്ഞോളാൻ പറഞ്ഞു. നീ ആശ്രയിച്ചതും കളയുക, നിന്റെ പഴയ കഥയും കളയുക, പുതിയതൊന്ന് കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോവുക. 1
എൻ്റെ കൂടെ ഇത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ ലോത്തിനോട് ഓടാൻ പറഞ്ഞു, ലോത്തും കുടുംബത്തോട് ഓടാൻ പറഞ്ഞപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞു പുറകോട്ട്, കാര്യം പുറകിൽ ഏഞ്ചൽ ഡീൽ ചെയ്തോളും. ഇതിനകത്ത് ഒത്തിരി പേരോട് ദൂതാണ്. പണ്ടുള്ളതിനെ കളയാൻ പറഞ്ഞ കളയണം, പുറകോട്ട് എത്തി നോക്കാൻ നിൽക്കരുത്, മുമ്പോട്ട് ഓടാനാ നിന്നെ വിളിച്ചത്, പുറകോട്ട് നോക്കുക വേണ്ട. ഒന്ന് രണ്ട് പേരെങ്കിലും കയ്യെ പിടിച്ചിട്ട് പറ പുറകോട്ട് നോക്കരുതെന്ന് പറ, നോക്കരുതെന്ന് പറ. ദൈവം നോക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട എന്നാണ്. അല്ലേ ഉള്ള കുഴപ്പം ഒത്തിരി പേർക്ക് നോക്കത്തക്ക രീതിയിൽ കാഴ്ചയായിട്ട് വീണ്ടും നിൽക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കണ്ട, ഓടിക്കുക മുമ്പോട്ട്. കാര്യം പുറകിൽ ഞാൻ ഡീൽ ചെയ്യുകയാണ്, എൻ്റെ ഡീലാണ്, എൻ്റെ ബിസിനസ്സാണത്, എൻ്റെ ഇടപെടിയിലാണ് അവിടെ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുക, ഇന്നലെ വരെയുള്ള പുറകിലേക്ക് നീ നോക്കണ്ട, പുതിയതുമായി ഓടുക. നിനക്ക് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലകളുടെ നോട്ടമാണ്, നോക്കണ്ടെന്ന്. നീ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് കിട്ടിയ റിപ്പോർട്ട് ഇന്നലകളുടെ നോട്ടമാണ്, നോക്കണ്ടെന്ന്. ദൈവം പറയുന്നു മുമ്പോട്ട് പോകുക, പുതിയത് ചെയ്യാൻ പോകുകയാണ്. പണ്ടുള്ളതിനെ ഓർക്കുകയേ വേണ്ട. ഈ കർത്താവ് ഈ എക്സ്പീരിയൻസിന്റെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞവൻ മാത്രമല്ല, അവൻ നിയോഗങ്ങളുടെ പുതിയ ചെരുപ്പ് ഇടിപ്പിക്കുന്ന ആളൂടാണ്. ഈ മുടിയൻ പുത്രൻ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഇടിപ്പിച്ചിട്ട് അകത്തോട്ട് കയറ്റിയത്. നിന്റെ പഴയ ചരിത്രത്തിൻ്റെ ചെരുപ്പെടുത്ത് കളയിപ്പിച്ചിട്ട് പുതിയ സ്വീകരണത്തിൻ്റെ ചെരുപ്പ് ഇടിപ്പിച്ച് ഇറക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് സുവിശേഷം എന്നത് കാലിന്, സുവിശേഷത്തിൻ്റെ ചെരുപ്പ് നിന്റെ കാലിന് ഇടിപ്പിക്കാൻ പോവുകയാണ്. അതിട്ടാലുള്ള ഗുണം, നീ ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ സാക്ഷിയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ കാലിന് സുവിശേഷത്തിന്റെ ചെരുപ്പിടിപ്പിക്കാൻ പോകുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുന്ന ഭൂമിയുടെ അറ്റത്തോളം നിന്റെ തലമുറ സാക്ഷിയാകുന്ന ചെരുപ്പിടിപ്പിക്കുക. ചിലർ അറിഞ്ഞോ അറിയാതെ ഇട്ട ചെരുപ്പ് ഏതൊക്കെയോ ബൗണ്ടറിയിൽ ഒതുക്കി വെച്ചേക്കുകയാണ്, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സുവിശേഷത്തിൻ്റെ ചെരുപ്പ് കാലേ വന്നാൽ ഇത് ഭൂമിയുടെ അറ്റത്തോളം പോകും. ആദ്യമേ ഇശ്രായേൽ, പിന്നെ യഹൂദിയ, പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ചിലർക്ക് ഇതിനകത്ത് വേഗതയും സ്വസ്ഥതയും ദൈവം ഒരുപോലെ തരാൻ പോവുക. ഇനി എനിക്ക് തൊണ്ടയുടെ സൗണ്ട് മാറുന്ന പോലെ തോന്നുന്നു. അതിന് പ്രവചിച്ച് പോവുകയാണ്. വേഗതയും സ്വസ്ഥതയും ഒരുപോലെ തരും. ഒരിക്കലും ഈ രണ്ട് വാക്ക് യോജിച്ച് വരുന്ന വാക്കല്ല. ദൈവം എന്നോട് ഇന്ന് രാവിലെ ഇടപെട്ടതാ. വേഗതയും സ്വസ്ഥതയും ഒരുപോലെ. വേഗത വന്നാൽ സ്വസ്ഥത പോകുമെന്നാ, സ്വസ്ഥമാകുക എന്ന് പറഞ്ഞാൽ വേഗത്തിലാകാൻ പറ്റത്തില്ലെന്നാ ലോജിക്കിൽ. പക്ഷെ കർത്താവ് തരുമ്പോൾ വേഗതയും സ്വസ്ഥതയും ഒരുപോലെ വരും. സഭയ്ക്ക് സമാധാനമായി. അപ്പോസ്തല പ്രവൃത്തി
9 സഭയ്ക്ക് അങ്ങനെ സമാധാനമായി. അടുത്തത് സഭകൾ എണ്ണത്തിൽ പെരുകി, സ്വസ്ഥത വന്നു, അപ്പോൾ വേഗത കൂടിയെന്ന്. നേരത്തെ 5 വർഷം കൂടി ഇരിക്കുമ്പോൾ ഒരു സഭ സ്ഥാപിച്ചുകൊണ്ടിരുന്നിടത്ത് എല്ലാ 5 മണിക്കൂറിലും വിടാവുന്ന പോലത്തെ ഞാൻ കാണുന്നു. ഇതിനകത്ത് ഒത്തിരി പേരുടെ കാലുകളിൽ സുവിശേഷത്തിന്റെ തീ പിടിച്ച ചെരുപ്പുകൾ ഏൽപ്പിക്കുന്നു. ഈ ശിഷ്യന്മാരെ എല്ലാം നിരത്തി യേശു ഇരുത്തിയിട്ട് യേശു അവരുടെ എല്ലാം കാല് കഴുകണമെങ്കിൽ എന്തോ ചെയ്യണം? ചെരുപ്പ് അഴിക്കണം. യുവമാരെ എല്ലാം ചെരുപ്പ് അഴിച്ചിട്ട് കാല് എല്ലാവരെയും അങ്ങ് കഴുകി. സത്യത്തിൽ അതൊരു പ്രാവചനിക ക്രിയ പോലെ എനിക്ക് പെസഹായുടെ നിയമമാണെങ്കിലും ഒരു പ്രൊഫറ്റിക്കൽ സാധനമാണ്. ഈ കാലിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ കാലെ പൊടി പറ്റും. പൊടി പാമ്പിൻ്റെ ഫുഡാണ്. ഏദനിൽ ദൂതാണ് ഒരു കാല് വരുന്നുണ്ട് പാമ്പിൻ്റെ തലയും തകർത്തുകൊണ്ട് പോകാൻ. ഇരുത്തിയവരുടെ എല്ലാം പാമ്പിൻ്റെ ഫുഡ് കഴുകിക്കളഞ്ഞു. മുഴുവൻ പേരുടെ പുതിയ നിയോഗവുമായിട്ട് വിടുകയാണ്. സാത്താൻ പത്രോസെ നിന്നെ ഒന്ന് തരുമോ എന്ന് ചോദിച്ചോണ്ട് എൻ്റെ അടുത്ത് വന്നതാ, പക്ഷെ കൊടുക്കാൻ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുക, കർത്താവേ, പഴയ നിയമത്തിൽ അങ്ങ് ഇയ്യോബിനെ വിട്ടുകൊടുത്തതല്ലേ, എന്താ പീറ്ററിനെ വിട്ടുകൊടുക്കാഞ്ഞത്? പുതിയ നിയമത്തിലെ കർത്താവിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒറ്റ ഒരാളെ പോലും പുതിയ നിയോഗങ്ങളുടെ ചെരുപ്പുകൾ കർത്താവ് ഏൽപ്പിക്കുന്നു. ഞാൻ ചിലരുടെ മേൽ അങ്ങനെ തന്നെ കാണുക. ഒരു സെക്കൻഡ് ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷ. എല്ലാ പാമ്പിന്റെ ഫുഡുകളും പിശാചിന്റെ അവകാശങ്ങളും എന്നിൽ നിന്ന് ഈ വചനത്താൽ കഴുകി കളയുകയാണ്. നിയോഗങ്ങളുടെ പുതിയ ചെരുപ്പ് ഏറ്റെടുക്കുകയാണ്. പുതിയ നിയോഗങ്ങൾ ഏറ്റെടുക്കുകയാണ്.